സ്റ്റഡി ഓഫ് ആൻജിയോസ്പേം ഫാമിലീസിൽ പഠിക്കാനുള്ള ആദ്യത്തെ ഫാമിലി മാൽവേസിയെ ആണ്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരുകളാണ് മാലോ ഫാമിലി അല്ലെങ്കിൽ കോട്ടൺ ഫാമിലി എന്നൊക്കെ. അപ്പൊ അതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ ഇതാണ്. ബെത്തമാൻ ഹുക്കസ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ആ സിസ്റ്റമാറ്റിക് പൊസിഷൻ ആണിത്. ഡൈക്കോട്ടിലഡൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ, പോളിപെറ്റാലെ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ, തലാമിഫ്ലോറ എന്ന് പറയുന്ന സീരീസിൽ, മാൽവേസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന ഫാമിലിയാണ് മാൽവേസിയെ. 111ഓളം ജനീറയും 1800 സ്പീഷീസും ഒക്കെ ഉള്ള ഫാമിലിയാണ് മാൽവേസിയെ എന്ന് പറയുന്നു. ആൻഡ് കോസ്മോപൊളിറ്റൻ, ലോകത്തെ എല്ലാ ഭാഗത്തും കാണുന്ന ഒരു ഫാമിലിയാണ് ഇത്. പക്ഷെ മെമ്പേഴ്സ് മിക്കവാറും കൺഫൈൻ ചെയ്ത് കൂടുതലായിട്ട് കാണുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഒക്കെ ഈ പ്ലാന്റ്സിലുണ്ട്. ഈ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അത് മാൽവേസിയയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഹെർബ്സ് ഓർ ഷ്രബ്സ് ആയിരിക്കും. ആൻഡ് അതിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത പാർട്സ്, സ്റ്റെം, ലീഫ് പോലത്തെ ഭാഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെയർ, പ്യൂബസെൻസ് കാണാൻ പറ്റും, ഹെയറി സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും, സ്റ്റെല്ലേറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള പ്യൂബസെൻസ് കാണാൻ പറ്റും. ആൻഡ് പ്രസൻസ് ഓഫ് മ്യൂസിലേജ്, ചെമ്പരത്തിയുടെ ഇല അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വെണ്ടയ്ക്ക മുറിക്കുമ്പോഴൊക്കെ മ്യൂസിലേജ്, വഴുവഴുപ്പുള്ളൊരു സബ്സ്റ്റൻസ് കാണും. അതിനെയാണ് മ്യൂസിലേജ് എന്ന് പറയുന്നത്. മ്യൂസിലേജ് കോർട്ടെക്സിലും പിത്തിലൊക്കെ ഉണ്ടാവും. അത് ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. ലീവ്സിന് സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റും ലീവ്സിന്റെ കൂടെ. ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരു സിംഗിൾ ഫ്ലവറിൽ കാണാൻ പറ്റും. ഫ്ലവർ ആക്ടിനോമോർഫിക് ആണ്. ആൻഡ് ഹൈപ്പോഗൈനസ് ആണ്. ഹൈപ്പോഗൈനസ് എന്ന് പറയുമ്പോൾ സുപ്പീരിയർ ഓവറി കാണുന്ന അവസ്ഥ. ബാക്കിയുള്ള വോൾസ് ഒക്കെ ഓവറിയുടെ താഴെ നിന്ന് വരികയും ഓവറി ഏറ്റവും ടോപ്പ് പൊസിഷനിൽ കാണുന്ന അവസ്ഥയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാലിക്സ് കൂടാതെ എപ്പികാലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറും കൂടി ചില ജനീറയിൽ കാണാൻ പറ്റും. സ്റ്റേമൻസ് മൊണാഡൽഫസ് ആണ്. സ്റ്റേമൻസിന്റെ ട്യൂബ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബായിട്ട് കാണുന്ന ഒരു അവസ്ഥ. എല്ലാം കൂടെ കൂടിയിട്ട് ഒരു സിംഗിൾ ട്യൂബായിട്ട് കാണുന്ന ഒരു അവസ്ഥ മൊണാഡൽഫസ് സ്റ്റേമൻസ്. അതുപോലെ ആന്തേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ they have a single theca, അതുകൊണ്ട് മോണോതീക്കസ് ആയിട്ടുള്ള ആന്തേഴ്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് റെനിഫോം. അതിന്റെ ഷേപ്പ് കിഡ്നി ഷേപ്ഡ് ആണ്. ഇനി ഗൈനീഷ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൾട്ടി കാർപ്പല്ലറി, ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് കാണാൻ പറ്റും. അതുകൊണ്ട് മൾട്ടി കാർപ്പല്ലറി എന്ന് പറയും. ആ കാർപ്പൽസ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയായതുകൊണ്ട് അതിനെ സിൻ കാർപ്പസ് എന്ന് പറയും. ഓവറി സുപ്പീരിയർ ആണെന്ന് നേരത്തെ പറഞ്ഞു. ഓവറിക്കകത്ത് ഓവ്യൂൾസ് കാണും. ഓവ്യൂൾസിന്റെ പ്ലാസന്റേഷൻ അറേഞ്ച്മെന്റ് ആക്സൈൽ പ്ലാസന്റേഷനിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് പിക്ചേഴ്സ് ആണ്. സ്റ്റിപ്യൂൾസ്, ലീവ്സിന്റെ കൂടെ സ്റ്റിപ്യൂൾസ് ഉള്ളതുകൊണ്ട് സ്റ്റിപ്യുലേറ്റ് ആണ്. അതുപോലെ ഓവറി സുപ്പീരിയർ പൊസിഷനിലാണ്. ബാക്കിയുള്ള വേൾസ് ഒക്കെ, പെറ്റൽസ്, സെപ്പൽസ്, ആൻഡ്രീഷ്യം ഒക്കെ ഓവറിയുടെ താഴ്ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഓവറി സുപ്പീരിയർ പൊസിഷനിലാണ്. ആക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലെയിനിൽ സിമെട്രിക്കൽ ആയതുകൊണ്ട് എല്ലാ പ്ലെയിൻസും മുറിച്ചു കഴിഞ്ഞാലും 2 ഈക്വൽ പാർട്സ് കിട്ടും. അപ്പൊ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയും. കാലിക്സിന്റെ താഴെ എപ്പികാലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതുപോലെ സിംഗിൾ തീക്കയുള്ള കണ്ടീഷനാണ്. റൈറ്റ് സൈഡിൽ 2 തീക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ മാൽവേസിയ ഫാമിലിയിലും മോണോതീക്കസ് ആയിട്ടുള്ള ആന്തേഴ്സ് ആണ് കാണുന്നത് എന്ന് പറഞ്ഞു. ആന്തേഴ്സിന് സ്റ്റേമനിന് താഴെ സ്റ്റേമിനൽ ട്യൂബ്, സ്റ്റേമന്റെ താഴെ ഫിലമെന്റ് കാണാൻ പറ്റും. അപ്പോൾ കുറെ സ്റ്റേമൻസ് ഉള്ളതുകൊണ്ട് അതിന്റെ സ്റ്റേമൻസ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണ് മാൽവേസിയയിൽ കാണുന്നത്. അപ്പോൾ അതിനെ മൊണാഡൽഫസ്, എല്ലാ സ്റ്റേമൻസും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയായതുകൊണ്ട് അതിനെ എന്നിട്ട് ഒരു സിംഗിൾ ട്യൂബായിട്ട് ഫോം ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ മൊണാഡൽഫസ് എന്ന് പറയും. സിൻ കാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സിൻ കാർപ്പസ് എന്ന് പറയുമ്പോൾ കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ 3 കാർപ്പൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. 3 കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ടുള്ളൊരു ലോക്യൂൾ ഫോം ചെയ്യുന്ന അവസ്ഥ. പിന്നെ സിൻ കാർപ്പസ് എന്ന് പറയും. അപ്പൊ കാർപ്പൽ എന്ന് പറയുമ്പോൾ ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ ഇത് ഒരു കാർപ്പൽ, അതുപോലത്തെ 3 കാർപ്പൽ ഫ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ സിൻ കാർപ്പസ് കണ്ടീഷൻ എന്ന് നമ്മളിതിനെ വിളിക്കും. ഓക്കെ, ഇത് കുറച്ച് കോമൺ ആയിട്ട് ഈ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ കണ്ടു പരിചയമുള്ള ചെടികളൊക്കെ തന്നെ ആയിരിക്കും. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഹെർബ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അതുപോലെ പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ വളരുന്ന ഹെർബ്സ്, അങ്ങനത്തെ തരം ട്രെയിലിംഗ് ആയിട്ടുള്ള ഹെർബ്സ് ഉണ്ട്. അതുപോലെ റാംബ്ലിംഗ് ആയിട്ടുള്ള ഷ്രബ്സും ഉണ്ട്. റൂട്ട്സ് ടാപ്പ് റൂട്ട് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇൻഫ്ലോറൻസ് നോക്കുകയാണെങ്കിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന പൂക്കളായിട്ടാണ് കാണുക. ജനറലി ആക്സിലറി പൊസിഷനിൽ ഫ്ലവർ കാണുന്നത്
ഹിബിസ്കസിൽ. അതുപോലെ സോളിറ്ററി ആണ്, അതേസമയം ടെർമിനൽ സ്റ്റെമ്മിന്റെ അറ്റത്തായിട്ട് ടെർമിനൽ പൊസിഷനിൽ ഗോസിപ്പിയമിൽ കാണാൻ പറ്റും. ആക്സിലറി അല്ലെങ്കിൽ ടെർമിനൽ പാനിക്കിൾസ് ആയിട്ട് കാണാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കിഡിയ. ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രാക്ട്സ് ഉണ്ട്, ബ്രാക്ടിയോൾസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക്, ഹൈപ്പോഗൈനസ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പെന്റാമിയറസ് എന്ന് പറയുമ്പോൾ ഫ്ലോറൽ വേൾഡ്സ് 5 അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾസിൽ കാണാം. പെറ്റൽസ് 5 സെപ്പൽസ് 5 സ്റ്റേമൻസ് 5, 10, 15 അങ്ങനത്തെ അവസ്ഥ, അങ്ങനെയൊക്കെ കാണുന്ന ഫ്ലവേഴ്സിനെ നമ്മൾ പെന്റാമിയറസ് എന്ന് പറയും. സൈക്ലിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഫ്ലവേഴ്സിന്റെ വേൾഡ്സിന് കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ്, അതായത് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഒക്കെ എല്ലാ വേൾഡ്സും ഉള്ളത് കൊണ്ട് അതിനെ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. നാപ്പിയയില് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാണുന്നത്, ബൈസെക്ഷലിലെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. കിഡിയയില് പോളിഗാമോ ഡൈഷ്യസ് ആണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് യൂണിസെക്ഷൽ ഫ്ലവേഴ്സും ബൈസെക്ഷൽ ഫ്ലവേഴ്സും സെയിം പ്ലാന്റില് കാണുന്ന അവസ്ഥ. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവേഴ്സും ഉണ്ടാവും, അതിന്റെ കൂടെ ചിലപ്പോൾ മെയിൽ ഫ്ലവറും അതേ ചെടിയിൽ തന്നെ കാണും, അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സും അതേ ചെടിയിൽ തന്നെ കാണും. അങ്ങനത്തെ അവസ്ഥയാണ് പോളിഗാമോ ഡൈഷ്യസ് അല്ലെങ്കിൽ പോളിഗാമസ് എന്നൊക്കെ പറയുന്നത്. എപ്പികാലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ബ്രാക്ടിയോൾസ്. മിക്കവാറും മെമ്പേഴ്സ്, ഈ ഫാമിലിയിൽ നിന്ന് മിക്കവാറും മെമ്പേഴ്സിൽ എപ്പികാലിക്സ് കാണാനായിട്ട് പറ്റും. ഹിബിസ്കസിൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ വോൾ ഓഫ് 2 or more ഇൻവല്യൂക്രൽ ബ്രാക്ടിയോൾസ്. 2ൽ കൂടുതൽ ഇൻവല്യൂക്രൽ ബ്രാക്ടിയോൾസ് കൂടി ചേർന്നിട്ടാണ് ഹിബിസ്കസിലെ എപ്പികാലിക്സ് കാണുന്നത്. മാൽവയിൽ അത് 3 ആണ്, ഹിബിസ്കസിൽ 5, ആൽത്തിയയിൽ മെനി ആണ്. സിഡ, അബ്യൂട്ടിലോൺ ഇതിലൊക്കെ എപ്പികാലിക്സ് എന്ന സ്ട്രക്ചർ ആബ്സെന്റ് ആണ്. കാലിക്സ് നോക്കുകയാണെങ്കിൽ 5 സെപ്പൽസ് കാണാനായിട്ട് പറ്റും. ആൻഡ് ദീസ് ആർ ഫ്രീ. പോളിസെപ്പാലസ് ഫ്രീ ആയിട്ടുള്ള സെപ്പൽസ് ആണ്, അല്ലെങ്കിൽ യുണൈറ്റഡ് അറ്റ് ദി ബേസ്. ചിലപ്പോൾ ഗ്യാമോസെപ്പാലസ് ബേസിൽ മാത്രം ഫ്യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയും കാണാൻ പറ്റും. വാൽവേറ്റ് ആയിട്ടുള്ള എസ്റ്റിവേഷൻ ആണ് കാണുന്നത്. കൊറോള 5 പെറ്റൽസ് ആണ്, ഫ്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥ വിത്ത് ദി സ്റ്റാമിനൽ ട്യൂബുമായിട്ട് ചേർന്നിട്ടുള്ള അവസ്ഥയിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. എസ്റ്റിവേഷൻ മിക്കവാറും ട്വിസ്റ്റഡ് ആയിട്ടുള്ള എസ്റ്റിവേഷൻ ആണ് കാണുന്നത്. അപ്പൊ ഇതാണ് എസ്റ്റിവേഷൻ ടൈപ്സ്. ഇതിൽ ഈ ഡി എന്ന് പറയുന്ന സ്ട്രക്ചർ വാൽവേറ്റ് എസ്റ്റിവേഷൻ, കാലിക്സ് വാൽവേറ്റ് എസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ കൊറോള ഈ സി എന്ന് പറയുന്ന ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ കണ്ടീഷനിലും കാണാനായിട്ട് പറ്റുന്നു. ഇത് ഹൈപ്പോഗൈനി, പെരിഗൈനി, എപ്പിഗൈനി എന്ന് പറയുന്ന കണ്ടീഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിത്രമാണ്. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി ആൻഡ്രീഷ്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂമറസ് സ്റ്റേമൻസ് കാണാൻ പറ്റും. എന്നിട്ട് അതിന്റെ സ്റ്റേമിനൽ ട്യൂബ്സ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് സിംഗിൾ ട്യൂബ് ഫോം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ മൊണാഡെൽഫസ് എന്ന് പറയും. സ്റ്റാമിനൽ ട്യൂബ് ഉണ്ട്, അതിപ്പോ പറഞ്ഞു. ഇനി ആ ട്യൂബ് തന്നെ അറ്റത്തെത്തുമ്പോൾ ടോപ്പില് ന്യൂമറസ് സെപ്പറേറ്റ് ഫിലമെന്റ്സ് ആയിട്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥ സിഡയിൽ കാണാൻ പറ്റും. ഹിബിസ്കസില് താഴ്ന്നു തൊട്ട് തന്നെ കുറെ ലെവൽസിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടുവരുന്ന ഒരു അവസ്ഥ, ട്യൂബിൽ നിന്ന് ഫിലമെന്റ്സ് വിട്ടുവരുന്ന അവസ്ഥ കാണാൻ പറ്റും. അത് അങ്ങനത്തെ കണ്ടീഷൻസും ഉണ്ട്. ആന്തേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ റെനിഫോം മോണോതീക്കസ് ആണ്. അതുപോലെ അതിന്റെ ഡെഹിസെൻസസ് പോളൻ ട്രെയിൻസ് റിലീസ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ലിറ്റ്സ് വഴിയാണ്. അതുപോലെ പൊളൻ ട്രെയിൻസ് ലാർജ് ആൻഡ് സ്പൈനലോസ് ആണ്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഹിബിസ്കസിന്റെ പൊളൻ ട്രെയിൻ ആണ്. സ്പൈൻസ് പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതുപോലെ ലാർജ് ആയിട്ടുള്ള പൊളൻ ട്രെയിൻസ് ആണ് ജനറലി ഈ ഫാമിലിയിൽ കാണുന്നത്. ഗൈനീഷ്യൻ 3 to many carpels, 3-3 കാർപ്പൽസ് കാണാൻ പറ്റും. അത് സിൻകാർപ്പസ് കണ്ടീഷനിലാണ് കാണുക. സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയാണ് കാണാൻ പറ്റുന്നത്. സ്റ്റൈല് ടെർമിനൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത് സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റത്തെത്തുമ്പോൾ ഡിവിഷൻസ് കാണാൻ പറ്റും. ഹിബിസ്കസിലൊക്കെ സ്റ്റൈൽ അറ്റത്ത് ഡിവൈഡ് ചെയ്തിട്ട് 5 ആയിട്ട് പെന്റാഫിറ്റ് കണ്ടീഷനിൽ കാണാൻ പറ്റും. സ്റ്റിഗ്മയുടെ എണ്ണം, സ്റ്റിഗ്മ എന്ന് പറയുന്ന സാധനം കാർപ്പൽസിന്റെ അതേ എണ്ണമോ അല്ലെങ്കിൽ കാർപ്പൽസിനെക്കാട്ടിലും ഇരട്ടി എണ്ണമോ കാണാനായിട്ട് പറ്റും. ഓവ്യൂൾസ്, ഓരോ ചേംബറിലും ഓവ്യൂൾസിന്റെ എണ്ണം 1 അതിൽ കൂടുതലോ ആവാം. ഇപ്പോൾ ആക്സൈൽ പ്ലാസന്റേഷന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഓരോ ലോക്യൂളിനകത്തും ഓരോ ചേംബറിനകത്തും 1, ഇപ്പൊ ഇവിടെ 2 കാണുന്ന അവിടെ 1 ആവാം, 2 ആവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അങ്ങനത്തെ അവസ്ഥയിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ ആണ്. പെറ്റൽസിന്റെ ബേസിൽ ഹണി സെക്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ്. അപ്പൊ അതിനുവേണ്ടി വരുന്ന ഇൻസെക്ട്സ് ആണ് ഇവരെ പോളിനേഷന് സഹായിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോക്യൂളിസിഡൽ ക്യാപ്സ്യൂൾ കാണാൻ പറ്റും. നെബൽ മോസ്കസ് എസ്ക്യുലന്റസ്, വെണ്ടയ്ക്ക ലോക്യൂളിസിഡൽ ക്യാപ്സ്യൂൾ ആണ്. അതുപോലെ ബെറി എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട്, വരുന്ന ജീനസുകളുണ്ട്. ഷൈസോകാർപ്പ് വരുന്ന
ഗ്രൂപ്പ്സ് ഉണ്ട്, ജീനസുകളുണ്ട്. സീഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കിഡ്നി ഷേപ്പ് റെനിഫോം അല്ലെങ്കിൽ ഓവോയിഡ് ആയിട്ടുള്ള സീഡ്സ് ആണ്. സീഡ്സിന്റെ മുകളിൽ ചിലപ്പോൾ ഹെയർസ് അല്ലെങ്കിൽ ഉള്ളി സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഹെയർസ് ഒന്നും ഇല്ലാത്ത ഗ്ലാബ്രസ് ആയിട്ടുള്ള കണ്ടീഷനും കാണാനായിട്ട് പറ്റും. എംബ്രിയോ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള എംബ്രിയോ കാണാൻ പറ്റും. അതുപോലെ ആ എംബ്രിയോന് ചുറ്റും ഓയിലി ആയിട്ടുള്ള ഒരു എൻഡോസ്പേം കാണാൻ പറ്റും. അതുപോലെ സീഡ്സിന് പുറമെ ഔട്ട്ഗ്രോത്ത്സ്, എപ്പിഡേർമൽ ഔട്ട്ഗ്രോത്ത്സ് കാണാൻ പറ്റും. കോട്ടൺ സീഡ്സിലൊക്കെ ആ എപ്പിഡേർമൽ ഔട്ട്ഗ്രോത്ത്സ് അതിനെ വിൻഡ് ഡിസ്പേഴ്സ്, സീഡ്സിനെ ഡിസ്പേഴ്സ് ചെയ്യണമല്ലോ, ദൂരെ പോയി വീഴണമല്ലോ, എന്നിട്ട് പുതിയതായിട്ട് മുളയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിന്റെ അടുത്ത് തന്നെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്പേഴ്സൽ മെക്കാനിസംസ് ഒക്കെ. അപ്പോൾ കോട്ടൺ സീഡിലൊക്കെ അതിന്റെ എപ്പിഡേർമൽ ഔട്ട്ഗ്രോത്ത്സ് ഉള്ളത് കൊണ്ട് അത് വിൻഡ് ഡിസ്പേഴ്സൽ പോസിബിൾ ആവുന്നു അതിന്. അതുപോലെ സിഡ, യൂറീന ഇതിലൊക്കെ ഹൂക്സ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. യൂറീനയുടെ ചിത്രം നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ വളരുന്ന ഒരു ചെടിയാണ് അത്. നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ ആനിമൽസിന്റെ മേത്തൊക്കെ ഒട്ടിപ്പിടിക്കും, എന്നിട്ട് അത് വേറെ വല്ല സ്ഥലത്തും പോയി വീഴും, അവിടെ പുതിയ ചെടിയായിട്ട് മുളയ്ക്കും. അപ്പോൾ ആ ഹൂക്സ് ഒരു ഡിസ്പേഴ്സൽ മെക്കാനിസം ആയിട്ടാണ് അതിനകത്ത് കാണുന്നത്. അതുപോലെ ലോക്യൂളിസിഡൽ ക്യാപ്സ്യൂൾസ് ഒക്കെ ദേ ബ്രേക്ക് വയലന്റ്ലി, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും സീഡ്സ് പൊട്ടണേന്റെ ആ ഒരു ഇമ്പാക്റ്റില് തെറിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സീഡ് ഡിസ്പോസൽ മെക്കാനിസംസും ഉണ്ട്. അപ്പൊ ഇത് ഹൈബിസ്കസ് റോസാസിനസിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഹാബിറ്റ് ഉണ്ട്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, കാലിക്സ് എങ്ങനെയാണ്, സ്റ്റിഗ്മ എങ്ങനെയാണ്, ഓവറിയുടെ CS അതിന്റെ പ്ലാസന്റേഷൻ എങ്ങനെയാണെന്നൊക്കെ കാണുന്നത്, ആന്തേഴ്സ് എങ്ങനെയാണ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇതൊരു ഫ്ലവറിന്റെ LS ആണ്. ഫ്ലവറിനെ 2 ഹാഫ് ആക്കിയിട്ട് നടുവ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ഷീറ്റിനകത്ത് ജനറലി ഇത് വരയ്ക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, ഇപ്പോൾ ഫ്ലവറിന്റെ കണ്ടീഷൻ മുഴുവനും ഈ പറയുന്ന ഒരു ഡയഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്ന സാധനത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എപ്പികാലിക്സ്, 5 എപ്പികാലിക്സ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഫ്ലവർ ആക്ടിനോമോർഫിക് ആണ്, ഇങ്ങനെ പ്ലസ് എന്ന് എഴുതുന്നത് ആക്ടിനോമോർഫിക് ആയിട്ടുള്ളൊരു ഫ്ലവർ ആയതുകൊണ്ടാണ്. ആക്ടിനോമോർഫിക് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈസെക്ഷൽ ഫ്ലവർ ആണെന്നുള്ളതാണ് അടുത്ത സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്സ് ആണ്. കാലിക്സിന്റെ എണ്ണം 5 ആണ്. ഈ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാലിക്സ് ആണ്. കാലിക്സ് 5 എണ്ണം ഉണ്ട്. കാലിക്സ് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിന് ഓരോ കാലിക്സുകളെയൊക്കെ കൂടിച്ചേർത്ത് ഇങ്ങനെ ഒരു ബെൻഡ് പോലെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കാലിക്സ് ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിക്സ് ഫ്യൂസ്ഡ് ആണെന്നാണ്. ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കില്ല. കൊറോള 5 എണ്ണമാണ്, ഫ്രീ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ആൻഡ്രീഷ്യം, A എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യത്തിന്റെ എണ്ണമാണ് നമ്മളിവിടെ എഴുതുക. അത് ഫ്യൂസ്ഡ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഇടണം, ഫ്യൂസ്ഡ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഫ്യൂസ്ഡ് ആണ്, മൊണാഡൽഫസ് കണ്ടീഷൻ ആണ്, ഇതുകൊണ്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ കൊറോള അഡ്നേറ്റ് ടു സ്റ്റാമിനൽ ട്യൂബ്, കൊറോളയും ആൻഡ്രീഷ്യയും ഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായതുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അതിനകത്ത് എത്ര ഓവ്യൂൾസ് എത്ര കാർപ്പൽസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സിൻകാർപ്പസ് കണ്ടീഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. എപ്പികാലിക്സ് ഉണ്ട്, പുറമെ കാലിക്സ് ഉണ്ട്, പിന്നെ ഇതാ കൊറോളയുണ്ട്, അതിനകത്ത് ആൻഡ്രീഷ്യം, പിന്നെ നടുക്ക് പ്ലാസന്റേഷൻ, ഓവറിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഫ്ലോറൽ ഡയഗ്രാമിനകത്ത് കാണുന്നത്. ഇത് അതേ തന്നെ സിഡ എന്ന് പറയുന്ന സിഡ അക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റിന്റെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ. കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് ആണ്. ഗോസിപ്പിയം സ്പീഷീസ്, കോട്ടൺ വരുന്ന ജീനസ്, കോട്ടൺ പെടുന്ന ജീനസ്. അപ്പോൾ അതിന്റെ കുറെ സ്പീഷീസുകളുണ്ട്, അതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അർബോറിയം, ബാബഡൻസ്, ഹെർബേഷ്യംസ്, ഹെസ്യൂട്ടം എന്നൊക്കെ പറയുന്നത് കോട്ടൺ ഈൽഡിംഗ് സ്പീഷീസുകളാണ്. ഹൈബിസ്കസ് കനാബിനസ് എന്ന് പറയുന്നത് ഫൈബറിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്നു. എഡിബിൾ ലീവ്സ് ആൻഡ് ഫൈബറിന് വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണിത്. അൺറൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് എബൽ മോസ്ക് എസ്ക്യുലൻറ്റസ്, ലേഡീസ് ഫിംഗർ ഉണ്ട്. അൺറൈപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു. മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സും ഉണ്ട്. സിഡ ആൽനിഫോലിയയുടെ റൂട്ട്സ് റുമാറ്റിസം, വാദം പോലത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ എസെൻഷ്യൽ ഓയിൽസ് കിട്ടുന്ന പ്ലാന്റ്സ് ഉണ്ട്. സ്റ്റൊമക് ഏക്ക് ക്യൂർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ചെമ്പരത്തിയുടെയൊക്കെ റൂട്ട്സ് ചുമ ട്രീറ്റ് ചെയ്യുന്നു. ബ്യൂട്ടിൽ ആൻഡ് ഇൻഡിക്കം അഗെയിൻസ്റ്റ് ഫീവർ. കോട്ടൺ റൂട്ട് ചൈൽഡ് ബർത്തിനൊക്കെ ശേഷം വരുന്ന
ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഹെമറേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഓർണമെന്റൽസ്, ഗാർഡൻ പ്ലാന്റ്സ് ആയിട്ട് ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഈ ഫാമിലിക്കകത്തുണ്ട്. അപ്പൊ ഇത്രയുമാണ് മാൽവേസിയ എന്ന് പറയുന്ന ഫാമിലിനെ കുറിച്ച് പറയുന്നത്.